ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കട്ട് ചെയ്ത് വെച്ച് നൈറ്റി സ്റ്റിച്ച് ചെയ്യാണ്. അപ്പോൾ നേരെ സ്റ്റിച്ചിങ്ങിലോട്ട് പോവാം. ആദ്യം തന്നെ നമ്മുടെ ഫ്രണ്ട് നെക്ക് അടിക്കാനുള്ള പീസുകൾ തമ്മിൽ ജോയിൻ ചെയ്യാണ്. ശേഷം ഇതാ ആ പീസിൻ്റെ നല്ല ഭാഗത്തേക്ക് നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല ഭാഗം വെച്ചിട്ട് ഈ ഒരു നെക്കിനോട് ചേർന്ന് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഞാനിപ്പോൾ ആ ലൈനൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. ശേഷം നമുക്ക് നെക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പിൻ കുത്തി കൊടുക്കുകയാണ്. ഇനി ആ നെക്കിനോട് ചേർന്ന് തന്നെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെ കോർണറൊക്കെ വരുമ്പോൾ ഒന്ന് നീഡിൽ കുത്തി നിർത്തിയിട്ട് തുണി തിരിച്ചെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക നല്ലത്. നെക്ക് നല്ല ഫിനിഷിങ്ങിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. ശേഷം നമ്മൾ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ആ ത്രെഡ് കട്ടാവാതെ ഫുള്ളായിട്ടൊന്ന് കട്ടിങ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഫ്രണ്ട് പാർട്ടിൻ്റെ നെക്ക് പീസ് ഒന്ന് പതിച്ചടിക്കുകയാണ്. അത് നല്ല തുണിയിലല്ല നമ്മളിപ്പോൾ അടിക്കണത്. നമ്മളിപ്പോൾ നെക്ക് അടിച്ച് മറിച്ച പീസിൽ അതിലേക്ക് ചേർത്തിട്ട് അടിയിൽ കട്ടിങ് ഇട്ട തുണിയൊക്കെ ഒന്ന് ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ പതിച്ചടിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ അടിച്ചാൽ നമുക്ക് നെക്ക് ഇനി മുകളിലൊരു സ്റ്റിച്ച് കൊടുത്തില്ലെങ്കിൽ നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. ഇതിപ്പോൾ നൈറ്റി കൊണ്ട് ഞാൻ മുകളിലൊരു സ്റ്റിച്ചും കൂടെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ നമുക്ക് നെക്ക് നല്ല ഫിനിഷിങ്ങിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ശേഷം ഇനി ഇതിൻ്റെ ബാക്കിൽ എക്സ്ട്രാ വരുന്ന തുണി നമ്മൾ ഒരു 1.5 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. നമുക്കിത് ഇവിടെ വെച്ച് അടിക്കണായിട്ട് മുന്നേ തന്നെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒന്ന് മടക്കി അടിച്ചിട്ട് വെച്ച് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തതിന് ശേഷം ഒന്നേൽ ഇതിങ്ങനെ 2ആയി മടക്കിയിട്ട് നമുക്ക് മുകളിലൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. നൈറ്റി കൊണ്ട് അങ്ങനെ കൊടുത്താലും കുഴപ്പമില്ല. ഞാനിപ്പോൾ അങ്ങനെയല്ല ചെയ്യണത്. ഇതിനെ ഒരൊറ്റ മടക്കിയിട്ട് ലാസ്റ്റ് നമ്മളൊരു ഫ്യൂസിങ് ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. അതിന് ഒരു മടക്കിലാണ് ഞാനിപ്പോൾ ഇവിടെ അടിച്ചെടുക്കണത്. ഇനി നമുക്ക് ബാക്ക് പാർട്ട് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രോസ് പീസ് എടുക്കാം. ഞാൻ ക്രോസ് പീസ് ഈ ഒരു രീതിയിലാണ് ജോയിൻ ചെയ്തെടുക്കുന്നത്. ഒരു പീസിൻ്റെ നല്ല ഭാഗത്തേക്ക് മറ്റേ പീസിൻ്റെ നല്ല ഭാഗം ചേർത്ത് വെച്ചിട്ട് ഒരു കോർണറിൽ നിന്ന് ഓപ്പോസിറ്റ് കോർണറിലേക്ക് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ശേഷം ബാക്കിയുള്ള തുമ്പൊന്ന് വെട്ടിക്കളഞ്ഞിട്ട് നഖം വെച്ചിട്ട് നന്നായിട്ടൊന്ന് നിവർത്തി കൊടുത്താൽ മതി. ക്രോസ് പീസ് ഇവിടെ റെഡിയാണ്. ഞാനിപ്പോൾ ഇവിടെ 1 ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ 1.5 ഇഞ്ച് വീതിയിൽ എടുത്തിട്ട് തയ്ക്കുമ്പോൾ ഇത്ര ബുദ്ധിമുട്ട് വരില്ല. ഇതിപ്പോൾ ഞാനൊരു 4 ഇഞ്ച് വീതിയിലാണ് ഇവിടെ ബാക്ക് നെക്കിൽ വെച്ചിട്ട് ബാക്ക് നെക്കിൻ്റെ നല്ല ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മൾ അടിച്ചെടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഒരു 4 ഇഞ്ച് വീതിയിൽ പതുക്കെ നെക്ക് വലിക്കൊന്നും ചെയ്യാതെ അടിച്ചെടുക്കുകയാണ്. ശേഷം അതിനും ഒരു 1/2 ഇഞ്ചിൽ നമ്മൾ അടിച്ച നൂല് കട്ടാവാതെ കട്ടിങ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ നല്ല ഭാഗത്തേക്ക് നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല ഭാഗം ചേർത്ത് വെച്ചിട്ട് ഈ ഒരു രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. ഇങ്ങനെ ബാക്ക് പാർട്ടിൻ്റെ നല്ല ഭാഗത്തേക്ക് ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല ഭാഗം കൂടെ ചേർത്ത് വെച്ചിട്ട് മടക്കി കൊടുത്ത് സ്റ്റിച്ച് ചെയ്യാം. ഇല്ലെങ്കിൽ സാധാ സ്റ്റിച്ച് ചെയ്യണ പോലെ രണ്ടും കൂടെ ചേർത്ത് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്താലും മതി. ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ 2 നെക്കും ഫിനിഷ് ചെയ്തെടുക്കുകയാണ്. ശേഷം നമുക്കിവിടെ നെക്ക് നല്ല ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ട്. ഇനി അതിനെ ഒന്ന് പതിച്ചടിക്കുകയാണ്. അതും 4 ഇഞ്ച് വീതിയിൽ തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് സ്ലീവ് വയ്ക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ എൻഡ് ഒന്ന് 1/2 ഇഞ്ച് വെച്ചിട്ട് ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാം. ശേഷം
നമ്മളിവിടെ മാർക്ക് ചെയ്തിരുന്നല്ലോ ഫ്രണ്ട് പാർട്ടിലേക്കുള്ള സ്ലീവ് ഒന്ന് കുഴിച്ച് വരച്ചിട്ടുണ്ടായിരുന്നു. അത് കറക്റ്റായിട്ട് നോക്കിയിട്ട് നല്ല ഭാഗവും ചേർത്ത് വെച്ചിട്ട് സെൻറ്റർ പാർട്ടിൽ നിന്ന് നമ്മൾ സ്ലീവ് വെച്ച് കൊടുക്കുകയാണ്. സ്ലീവ് എപ്പോഴും സെൻറ്ററിൽ നിന്ന് വെക്കാവും നല്ലത്. വലിക്കൊന്നും ചെയ്യാതെ കറക്റ്റായിട്ട് അതിനോട് ചേർന്ന് അങ്ങനെ വെച്ച് കൊടുത്താൽ മതി. പിടിച്ച് വലിക്കുകയൊക്കെ ചെയ്താൽ ഒരു ഭാഗം കുറഞ്ഞിട്ടും കൂടിയിട്ടൊക്കെ ആവും. അതിനുശേഷം തിരിച്ചിട്ടിട്ട് സെൻറ്ററിൽ നിന്ന് വീണ്ടും നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്കും അടിച്ചെടുക്കുകയാണ്. സ്ലീവ് ഒക്കെ തയ്ക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു 2 സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് അടിക്കുന്നത് നല്ലതാവും. നമ്മൾ ഡെയിലി യൂസിനൊക്കെ ഉപയോഗിക്കണതല്ലേ നൈറ്റി. അപ്പോൾ ഒന്ന് 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. ഞാനിപ്പോൾ ഇവിടെ 2 സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മറ്റേ സ്ലീവ് നമുക്ക് ഇതേ മെത്തേഡിൽ തന്നെ അടിച്ചെടുക്കാം. ഇപ്പോൾ സ്ലീവ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം ഇനി നമ്മൾ ബോഡി പാർട്ട് ജോയിൻ ചെയ്യാണ്. ഇത് 1 ഇഞ്ചിലായിരുന്നു നമ്മൾ അളവെടുത്തിട്ടുണ്ടായിരുന്നു സ്റ്റിച്ചിങ് അലവൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ അതേ 1 ഇഞ്ച് തന്നെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം നമ്മൾ അടിച്ചു കൊടുക്കാൻ. കറക്റ്റ് അളവെടുത്ത് അടിച്ചാലാണ് നമ്മുടെ നൈറ്റി നമ്മൾ വിചാരിച്ച അതേ അളവിൽ കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ടൈറ്റായിട്ടോ ലൂസായിട്ടോ ഒക്കെ പോവും. അപ്പോൾ തന്നെ 2 ഭാഗവും അടിച്ചെടുത്തു. നമ്മൾ കൈ വയ്ക്കുമ്പോൾ അതേ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ഇതിങ്ങനെ ഒരുമിച്ചൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ കൈ സ്റ്റിച്ച് ചെയ്യാൻ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടുണ്ടായിരുന്ന ആ 1/2 ഇഞ്ച് തന്നെ എടുത്തിട്ട് കറക്റ്റായിട്ട് അടിക്കുക വെച്ചാൽ നിങ്ങൾക്കും കറക്റ്റായിട്ട് തന്നെ കിട്ടും. ശേഷം നമ്മളിത് അടിഭാഗം 1/2 ഇഞ്ച് വെച്ചിട്ട് മടക്കി അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് ഏകദേശം ഇവിടെ കംപ്ലീറ്റ് ആയി. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ അത് ഇനി നമ്മുടെ നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിത് ഫ്യൂസിങ് ടേപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ ഈ ഒരു തുണിയുടെ അടിഭാഗത്തേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതേ നമുക്കിവിടെ നന്നായിട്ട് തന്നെ ഇത് സ്റ്റിക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ നൈറ്റിയുടെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.